സിജോ സാർ നമസ്കാരം. നമസ്കാരം. നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സംശയ നിഴലിലാണോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. സുപ്രീം കോടതി ഒരു കേസിൽ വിധി പറഞ്ഞാൽ അത് അന്തിമമായിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം, അത് സത്യവുമാണ്. സുപ്രീം കോടതി അങ്ങനെ വിധി പറഞ്ഞ കേസ്, ആ കേസിന്റെ വിധി എല്ലാവരും അനുസരിക്കാൻ അല്ലെങ്കിൽ അത് ശിരസാവഹിക്കാൻ ബാധ്യസ്ഥരുമാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിക്ക് മുകളിൽ ആരുമില്ല എന്നർത്ഥം അതിനില്ല. സുപ്രീം കോടതി ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ ആ തൂക്കിക്കൊല്ലാൻ ആ വിധി അത് റദ്ദാക്കാനുള്ള കൃത്യമായിട്ടുള്ള അധികാരമുണ്ട്. പാർലമെന്റിന് സുപ്രീം കോടതിയുടെ വിധിയെ മറികടക്കാനുള്ള അധികാരമുണ്ട്. അങ്ങനെ പല അധികാരമുണ്ട്. ഷാബാനു കെസൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. പക്ഷെ ഇപ്പൊ സുപ്രീം കോടതി 2-3 ദിവസങ്ങളിലായിട്ട് വലിയ വിവാദങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം BJPയുടെ MP നിഷികാന്ത് ദുബെ ഒക്കെ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം സുപ്രീം കോടതി റദ്ദാക്കുകയാണെങ്കിൽ ഇനി മുതൽ പാർലമെന്റ് അടച്ചിടാം. സുപ്രീം കോടതി ബില്ല് കൊണ്ടുവന്ന് സുപ്രീം കോടതി തന്നെ അത് നിയമമാക്കി സുപ്രീം കോടതി ഭരിച്ചോട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ജഗദീപ് ധൻകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ജഡ്ജിയുടെ കേസ് എന്തായെന്ന്. നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, നമ്മുടെ ഡൽഹിയിലെ ജഡ്ജി ആയിട്ടുള്ള യശ്വന്ത് വർമ്മയുടെ കേസാണ് ഇന്ന് ചർച്ചയായിരിക്കുന്നത്. അതായത് മാർച്ച് 14 ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ ഉണ്ടായ തീപിടുത്ത സംഭവത്തെക്കുറിച്ച് സുപ്രീം കോടതി 3-അംഗ അന്വേഷണ സമിതി രൂപീകരിച്ചിരുന്നു. ഈ 3-അംഗ അന്വേഷണ സമിതി രൂപീകരിക്കുമ്പോൾ ഇത് ഭരണഘടനാപരമായിട്ടാണോ രൂപീകരിക്കുന്നത് എന്ന ചോദ്യമാണ് ജഗദീപ് ധൻകർ ചോദിച്ചത്. നിങ്ങൾ ഇത് രൂപീകരിച്ചപ്പോൾ ഇത് ഭരണഘടനാപരമായിട്ടല്ല രൂപീകരിച്ചിരിക്കുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമിതി രൂപീകരിച്ചിരിക്കുന്നത് അദ്ദേഹം ചോദിച്ചു. യഥാർത്ഥത്തിൽ ഈ സമിതിയിൽ ഉണ്ടായിരുന്നത് പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി ജഡ്ജി, ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, കർണാടക ഹൈക്കോടതി ജഡ്ജി എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തീപിടുത്തം ഉണ്ടായ സ്ഥലത്ത് നിന്നും ഈ കത്തിക്കരിഞ്ഞ നോട്ടുകൾ കണ്ടെടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ, ഈ നോട്ടുകൾ എന്തുകൊണ്ട് കണ്ടുകെട്ടിയില്ല? പോലീസ് എന്തുകൊണ്ട് ഈ നോട്ടുകൾ കണ്ടുകെട്ടിയില്ല? ഇത് ഈ ഒരു ചോദ്യം വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ധൻകറിന്റെ വാക്കുകളാണ്. ധൻകർ പറയുന്നത്, ഇന്ത്യൻ നിയമവ്യവസ്ഥ ജഡ്ജിമാർക്ക് ബാധകമല്ലേ, ജഡ്ജിമാർക്ക് എന്താ പ്രതിരോധ ശേഷിയുണ്ടോ ഇത് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അപ്പോ അത് കണ്ടുകെട്ടിയില്ല എന്ന് മാത്രമല്ല, തൊഴിലാളികളുടെ മൊബൈൽ ഫോണിൽ നിന്ന് തീപിടുത്ത സ്ഥലത്തിന്റെ വീഡിയോയും ഇവര് ഡിലീറ്റ് ആക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കി കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി പോലീസ് എന്തുകൊണ്ട് ആ പണം പിടിച്ചെടുത്തില്ല എന്ന ചോദ്യത്തിന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ എന്താ അറിയോ? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇതിൽ FIR ഫയൽ ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഇത്രയും പണം കണ്ടെടുത്ത ഒരു സാഹചര്യത്തിൽ ജഡ്ജിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് FIR ഫയൽ ചെയ്തില്ല? അത് FIR ഫയൽ ചെയ്യാൻ ചില നടപടിക്രമങ്ങളുണ്ട്. എന്താണ് ആ നടപടിക്രമങ്ങൾ? അത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ അനുവാദം വേണം. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഹൈക്കോടതി ജഡ്ജിക്കെതിരെയോ അല്ലെങ്കിൽ മറ്റു ജഡ്ജിമാർക്കെതിരെയോ ഒരു FIR ഒരു പോലീസിന് ഫയൽ ചെയ്യണമെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജഡ്ജിയുടെ അനുവാദം വേണം. അപ്പോൾ അദ്ദേഹം അനുവാദം കൊടുത്തിട്ടില്ല എന്നല്ലേ നമ്മൾ അതിൽ നിന്ന് വ്യാഖ്യാനിക്കേണ്ടത്. അതുകൊണ്ട് FIR ഫയൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് വലിയൊരു വെളിപ്പെടുത്തലാണ്. അപ്പൊ ഇത് മാത്രമല്ല, ഒരുപാട് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പരിപാടിയിൽ ഈ ഇടയ്ക്ക് ഇക്കാര്യം പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് FIR ഫയൽ ചെയ്യാൻ കഴിയാത്തപ്പോൾ എങ്ങനെയാണ് നമുക്ക് പണം പിടിച്ചെടുക്കാൻ സാധിക്കുന്നത് എന്നാണ് അമിത്ഷാ പറഞ്ഞത്. നിസ്സഹായനായ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജഡ്ജിമാർക്ക് സംഭവിക്കുന്നത്? എന്താണ് ഈ സുപ്രീം കോടതി സംഭവിക്കുന്നത്? ഇവർക്ക് യഥാർത്ഥത്തിൽ പ്രതിരോധ ശേഷി ഉണ്ടോ? എന്ത് തോന്നുന്നു? അത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ജഡ്ജിമാരെ എല്ലാം കോടതിയിൽ മൈ ലോഡ് എന്നൊക്കെ വിളിച്ച് അവർക്ക് തന്നെ ഒരു തോന്നൽ തോന്നിയിട്ടുണ്ട്, നമ്മൾ ഇതെല്ലാത്തിനും മുകളിലിരിക്കുന്ന ലോസ് ആണ്. അതായത് പണ്ട് ഇംഗ്ലണ്ടിലെ ബാരിസ്റ്റർ സിസ്റ്റത്തിലൊക്കെ ഉള്ള പോലെ പ്രഭുസഭയെന്ന് ഡയറക്റ്റ് ഇംഗ്ലണ്ടിലെ ഏറ്റവും എലൈറ്റ് ആയിട്ടുള്ള ഫാമിലികളിൽ നിന്നുള്ള ജഡ്ജിമാരെ അന്ന് അവിടെ ബാരിസ്റ്റർ ഒക്കെ ആക്കി വെക്കുക ഇംഗ്ലണ്ടിൽ. ആ ബാരിസ്റ്റർ സിസ്റ്റത്തിന്റെ ബാക്കിയാണ് ഇന്ന് ഇന്ത്യയിലുള്ള ബാരിസ്റ്റർ സിസ്റ്റം. എസ്പെഷ്യലി ഈ കൊളേജിയം വഴിയിട്ട് ജഡ്ജിമാരെ നിയമിക്കുന്ന ഒരു സംവിധാനം. ആ ഒരു സംവിധാനം എത്ര കാലം നിലനിൽക്കുന്നോ അത്രയും കാലം ഈ പറയുന്ന ഇന്ത്യയിലെ സർവ്വ നിയമങ്ങൾക്ക് മുകളിൽ. എനിക്കിതിൽ ഏറ്റവും രസമായിട്ട് തോന്നിയത്, കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിക്കൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, 3 മാസത്തിനുള്ളിൽ നേരെ ഇത് നോക്കി തീരുമാനം എടുത്തോണം, അല്ല ഇപ്പൊ ശരിയാക്കി തരും. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇന്ത്യയിലെ പരമാധികാരി ആരാ? രാഷ്ട്രപതിയാണ്. പരമോന്നതമായ പദവി അത്. അതിന് താഴെയുള്ള ഈ പറയുന്ന ഏത് കോടതിയാണേലും, ഏത് പ്രധാനമന്ത്രി ആണേലും, ഏത് നിയമസഭകളാണേലും, എന്ത് പട്ടാളം വരെ രാഷ്ട്രപതിയുടെ കീഴിലാണ്. ഇതൊന്നും ഇവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടല്ല, പക്ഷെ ഇവർക്ക് ശീലമായിപ്പോയി. അതാണ് ഇതിലെ പ്രശ്നം. അതായത് ഈ പറയുന്ന ഈ ഇന്ത്യയുടെ ബാരിസ്റ്റർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കൊളോണിയൽ കാലഘട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് മുന്നോട്ട് വന്നിട്ടില്ല. എസ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അതായത് സുപ്രീം കോടതി റൂളിംഗ് ഒക്കെ ഇത് ഏതാണ്ട്
എന്നാ നമ്മുടെ ശശി തരൂരിനെ പോലെയും പിന്നെ പ്രമുഖ സിനിമാ നടന്മാരെ പോലും ഒക്കെ വളരെ ഇംഗ്ലീഷ് വളരെ വ്യക്തമായും വളരെ ഗാഢമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് മാത്രം തിരിയുന്ന ഒരു ജാതി എന്നാ ഒരു അവിയൽ പോലത്തെ ഒരു സാധനമുണ്ട്. സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന പോലെ ഇവർക്ക് സംസാരിക്കാൻ വരെ എന്നാ അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് പുറപ്പെടുവിക്കാൻ വരെ അവർക്ക് തയ്യാറല്ല. കാരണം വെച്ചാൽ കാലം മാറിയില്ലേ. ഇതിപ്പം ഓക്സ്ഫോർഡിലും അല്ലെങ്കിൽ ഈ ബെർക്ക്ലിയിലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ പഠിച്ചു വരുന്നവർ മാത്രമേ ഇവിടെ ജഡ്ജിമാരാവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലോ എന്റെ അതായത് ബ്രദേഴ്സ് നിങ്ങൾ ഇവര് പറയും നെപ്പോട്ടിസം ഇല്ലാന്ന്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെപ്പോട്ടിസം ഉള്ളത് ഈ പറയുന്ന സിനിമാ മേഖലകളിലോ രാഷ്ട്രീയത്തിലോ ഒന്നുമല്ല, ഈ ജഡ്ജിമാരുടെ ഇടയ്ക്ക്. അപ്പൊ ഇവര് പറയുന്നത് എന്താ പറയുന്നത്, അങ്ങനെ ഒരു നെപ്പോട്ടിസം ഒന്നും ഇന്ത്യയിൽ ഇല്ല എന്ന് ഇവര് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ അത് ഇല്ല ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമായില്ലല്ലോ. നമ്മള് ഇതിൽ ഓരോ ജഡ്ജിയുടെയും പേരെടുത്ത് നിങ്ങൾ അവരുടെ അച്ഛനാര് അച്ഛന്റെ അച്ഛനാര് ഗൂഗിൾ ചെയ്താൽ കിട്ടുമല്ലോ. നിങ്ങളുടെ ഫോണുണ്ട്, നിങ്ങൾ ആ ഗൂഗിളിൽ പോയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ആ സുപ്രീം കോടതിയിലെ മെയിൻ ജഡ്ജസിന്റെ പേരടിക്കുക. പേരടിക്കുമ്പോൾ ആ ജഡ്ജിന്റെ പേര് വരും. അയാളുടെ വിക്കി എടുക്കുക. വിക്കി എടുക്കുമ്പോൾ ഇയാളുടെ അപ്പനായിരുന്നുള്ള വരും, അല്ലെ അപ്പൂപ്പനായിരുന്നുള്ള വരും. അതെല്ലാം വരും. ഇത് മിക്കവരും ജഡ്ജിമാരാ. അതും സുപ്രീം കോടതി ജഡ്ജസ് അല്ലെ സീനിയർ ലോയേഴ്സ് അതുള്ളു. പിന്നെ ഇവരുടെ ബന്ധുക്കളെ നോക്കുക നിങ്ങൾ. ഇവരുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ വലിയ രാഷ്ട്രീയക്കാര്, വലിയ ബിസിനസ് ഹൗസ് ഓണേഴ്സ് ഒക്കെയാണ് ഇവരുടെ ബന്ധുക്കള്. അതായത് ഇന്ത്യയിലെ എന്നാ ഏറ്റവും എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ ആരാണ്, ഏറ്റവും ഗോഡ്ലി ആയിട്ടുള്ള ആൾക്കാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ പഴയ കൊളോണിയൽ ബാരിസ്റ്റർ സിസ്റ്റം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആ കൊളേജിയൽ സിസ്റ്റം പോകാതെ ഇവരുടെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളൊന്നും മാറില്ല. ഇത് എത്രയോ കാലഘട്ടം മുമ്പേ മാറ്റേണ്ടതായിരുന്നു. അപ്പം ഇതിനെതിര് പറയുന്നത് വെച്ചാൽ ഇതിന് നെപ്പോട്ടിസം ഇല്ല എന്ന് പറയുന്നത് അത് എന്നാ ഏതൊരു ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ അറിയാവുന്ന ആൾക്ക് ഒന്ന് തപ്പി നോക്കിയാൽ തിരിയുന്ന കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഇവര് കേസുകൾ പരിഗണിക്കുന്ന രീതി, കേസുകൾ പരിഗണിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സൗകര്യമുള്ള കേസുകൾ മാത്രം ഇവർക്ക് ഡിസ്ക്രിഷണറി പവർ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സൗകര്യമുള്ള കേസുകൾ മാത്രം ഞങ്ങൾ അത്രയും വേഗം പരിഗണിക്കും, കുഴപ്പമില്ല. അത് പ്രത്യേകിച്ച് പെട്ടെന്നൊക്കെ പരിഗണിക്കേണ്ട കേസ് വരുമ്പോൾ അത് ആവശ്യമാണ്. പക്ഷെ എന്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വഖഫ് ബില്ലിന്റെ പിന്നെ കോൺഗ്രസ് കൊണ്ടുവരുന്ന അമെന്റ്മെന്റും എന്തൊരു വഖഫ് ബോർഡ് തന്നെ, അതായത് പണ്ട് വഖഫ് ബോർഡൊക്കെ രൂപീകരിക്കുന്ന സമയത്ത് അതിനുശേഷം ഇവർ കൊണ്ട് അമെന്റ്മെന്റ് ഒക്കെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറഞ്ഞിട്ട് പലരും പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. അതായത് സുപ്രീം കോടതിയിലും അല്ല പല കോടതികളും പരാതി കൊടുക്കുന്നു. അതൊന്നും ഇവർക്ക് ഇതുവരെ പരിഗണിക്കാൻ സമയമായില്ല. എത്രയോ വർഷങ്ങളായി. ഇപ്പൊ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നപ്പോൾ മാത്രം എന്താണ് ആ ബില്ലിലുള്ള പ്രശ്നം? പിന്നെ ഇവര് എന്ത് അധികാരത്തിന്റെ പുറത്താണ് ഈ രാഷ്ട്രപതിയോടൊക്കെ മീൻസ് ബാക്കി ഗവർണർമാർക്കോ അല്ലെങ്കിൽ ബാക്കി സംവിധാനങ്ങൾക്കോ ഒക്കെ ഇടയ്ക്കുള്ള അതിന്റെ ബാലൻസ് കീപ്പ് ചെയ്യേണ്ട ഇവരുടെ ചുമതലയാണെന്ന് വിചാരിക്കാം. 3 മാസത്തിനുള്ളിൽ ഒപ്പിട്ടോണം അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ തീരുമാനം എടുത്തോണം എന്നൊക്കെ രാഷ്ട്രപതിയോട് എങ്ങനെ പറയും? അപ്പം ഇത് എനിക്ക് മനസ്സിലായത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് അതിനുശേഷം മറ്റേ ആ ജനറൽ ഡയർ എന്നല്ലേ പറഞ്ഞിട്ട് ആ പുള്ളിനെ നമ്മൾ കോടതിയിൽ വിചാരണ നടത്തിയായിരുന്നു. ആ വിചാരണ നടത്തിയിട്ട് അദ്ദേഹത്തെ അയാളെ ഇവരെന്ത് ചെയ്തു, ആ ഒരു കോടതിയിൽ ഉണ്ടായിരുന്ന ആൾക്കാര് അവിടുത്തെ ജഡ്ജസ് അതിൽ പലരും ഇന്ത്യക്കാരായിരുന്നു. അതിൽ ഒരു ജഡ്ജിയുടെ മോളുടെ കൊച്ചുമോളോ അങ്ങനെ ഒരു അടുത്ത ബന്ധു ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രവർത്തകയൊക്കെ ആയിട്ട് കോടാനുകോടി രൂപയുടെ സ്വത്ത് നേടിയ ഒരു കാര്യമുണ്ട്. താങ്കൾക്ക് അറിയായിരിക്കും അവരുടെ പേര്. അംബാനിയുടെ വീടിന് അടുത്ത് തന്നെ അതിനേക്കാളും വലിയ വീടൊക്കെ വെച്ച് താമസിക്കുന്ന അവരുടെ പേരെന്തായിരുന്നു ധനുഷ്? എനിക്ക് പേരുകൾ മെമ്മറൈസ് ചെയ്യുന്നതിൽ ഇച്ചിരി പ്രശ്നം. അപ്പൊ അത് തന്നെ അപ്പൊ അവരുടെയൊക്കെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കുക. അതായത് എനിക്ക് ഇത്ര പറയാനുള്ളൂ. അതായത് നമ്മൾ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലനെ കുറിച്ച് പറയുമ്പോൾ ഈ ഓർഡർ ഇട്ടത് മാത്രമേ കേണൽ ഡയറോ അല്ലെങ്കിൽ അയാളേ ഉള്ളൂ, ആ ബ്രിട്ടീഷുകാരനുള്ളൂ. ഈ വെടിവെച്ചവന്മാരെല്ലാം ഇന്ത്യക്കാരായിരുന്നു അയക്കുമല്ലോ. ഏകദേശം അതേ അവസ്ഥയാണ് ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാനിത് ഇതായിട്ട് കുറ്റമായിട്ട് പറയുന്നത് സാധാരണ നമുക്ക് കാണുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ഇൻജസ്റ്റിസ് വന്നു കഴിഞ്ഞാൽ പോകാൻ ആകെ ഉള്ളത് കോടതിയാണ്. അപ്പൊ കോടതി പോയി കഴിയുമ്പോൾ കോടതിയുടെ അപ്പുറം ഏറ്റവും സുപ്രീം ആയിട്ടുള്ള കോർട്ടുകളിലൊക്കെ ഇതുപോലെ ഒരു ജഡ്ജിയുടെ കോടാനുകോടി രൂപ പിടിച്ചു. അങ്ങനെ പിടിച്ച സമയത്ത് അതിനെതിരെ ഒരു FIR ഇടാൻ വരെയും പെർമിഷൻ മേൽക്കോടതികളിൽ നിന്നോ അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്നോ കിട്ടുന്നില്ല. അതിന്റെ പേരിൽ FIR ഇടുന്നില്ല. അതിനുശേഷം ഇങ്ങനെ വേറൊരു ഹൈക്കോടതിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അതുകൊണ്ട് ഒരു അഴിമതി കേസിൽ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഒരു 2 കോടിയോ 3 കോടിയോ പിടിച്ചു കഴിഞ്ഞാൽ എന്നെ എന്തൊക്കെ ചെയ്യും? അതേ കാര്യങ്ങൾ ഇയാൾക്കും ബാധകമല്ലേ? ഇയാൾക്കാണ് ഏതൊരു ഇന്ത്യൻ പൗരന് മുകളിലുള്ള എന്ത് അവകാശം ഇയാൾക്കുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത്
സാധാരണ ഒരു ഇന്ത്യൻ പൗരനുള്ളതിനേക്കാൾ എന്ത് അവകാശമാണ് ഇങ്ങനത്തെ ഒരു കേസിൽ എന്നാ ഒരു ജഡ്ജിക്കുള്ളത്, അല്ലെങ്കിൽ എന്ത് എന്ത് പവറാണുള്ളത്? അത് ആർക്കാ തടയാൻ പറ്റുമോ? അപ്പം ഇതിന് നിലവിലെ സംവിധാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ടൂൾ. അതായത് പലപ്പോഴും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ നടന്ന വലിയ ഇപ്പൊ മണിപ്പൂർ കലാപത്തിന്റെ സമയത്താണെങ്കിൽ അതിന് പുറകിൽ കോടതി വിധി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു അൺടൈംലി ആയിട്ടുള്ള പല വിധികളും, അല്ലെങ്കിൽ അൺടൈംലി ആയിട്ടുള്ള പല ഇടപാടലുകളും, അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ അധികാരത്തിന്റെ പരിധി മറന്നിട്ടുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് നമ്മൾ നാച്ചുറലായിട്ട് സംശയിച്ചു കഴിഞ്ഞാൽ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അപ്പം എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ച് ഇന്ത്യയിലെ ഒരു ജുഡീഷ്യൽ സിസ്റ്റം മാറണം. ഇന്ത്യയിലെ പാവപ്പെട്ട, അതായത് ഇന്ത്യയിലെ സാധാരണ ഇന്ത്യക്കാർക്ക് സുപ്രീം കോടതിയിൽ ജഡ്ജി ആവാനൊക്കെ പറ്റണം. അല്ലാതെ ഈ സാധാരണ ഇംഗ്ലീഷ് പറയുന്നത്, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ തലയും കുത്തി പറഞ്ഞാൽ എനിക്ക് ഈ ഓക്സ്ഫോർഡിലൊക്കെ പഠിച്ചവരോ അല്ലെങ്കിൽ വിദേശ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പറയുന്ന പോലെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇതൊന്നും പറയാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ എനിക്കൊരു ലീഗലായിട്ടൊരു കാര്യം എനിക്കത് കേട്ടാലോ കണ്ടാലോ അത് ശരിയാണോ തെറ്റാണോ, അതിപ്പോ ഒരു ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് അനുസരിച്ചോ അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ ഏറ്റവും വലിയ വാക്കുകൾ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാനമാടിയിട്ടോ ഒന്നും പറയേണ്ട കാര്യമല്ല. വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്, അല്ലെങ്കിൽ ഇത് ലീഗലാണോ ഇല്ലീഗലാണോ, അത് പറയാൻ വേണ്ടി പ്രത്യേകിച്ച് റോക്കറ്റ് സയൻസ് ഒന്നും ആരും പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ സാധാരണ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വക്കീലാവുന്നു, വക്കീല് ജഡ്ജി ആകാൻ വേണ്ടി എക്സാം എഴുതുന്നു, അദ്ദേഹത്തിന് ഹൈക്കോടതിയിലെ ജഡ്ജി ആവാൻ പറ്റട്ടെ, അദ്ദേഹത്തിന് തന്നെ വേണം സുപ്രീം കോടതി ജഡ്ജി ആവാൻ പറ്റട്ടെ. എല്ലായിടത്തും വേണ്ട ഒരു എന്താ പറയുന്ന ഒരു കഴിവിന്, അല്ല മെറിറ്റിന്, അല്ലെ അവരുടെ സത്യസന്ധതയ്ക്ക് ഒരു വില കൊടുക്കണ്ടേ? അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രം. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു, ഒരു 22 അല്ലെങ്കിൽ 23 വയസ്സിൽ ഒരാള് ഈ എക്സാം LLB എടുത്തു, LLM എടുത്തു, അത് എക്സാം എഴുതേണ്ട ക്ലിയർ ചെയ്താല് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് സുപ്രീം കോടതിയിൽ ജഡ്ജി ആവാനൊന്നും പറ്റില്ല. അതിന്റെ ഒരു വേറൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഒക്കെ ഒന്ന് ഇന്ത്യയിൽ മാറ്റിമറിക്കേണ്ട ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇത്തരം കേസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പ്രത്യേകിച്ച് എന്തുവാ ഇത്, എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞത് എന്താ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ തീസ്ത സദൽവാദിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചന്ദ്രചൂഡ്, അറിയാലോ. ചന്ദ്രചൂഡ് എന്ന് പറഞ്ഞാല് ഇന്ത്യയിൽ നരേന്ദ്രമോദിക്കെതിരെ വിധികൾ പുറപ്പെടുവിക്കുന്നതിൽ പ്രഗത്ഭനാണെന്ന് സുഡാപ്പികളും കമ്മികളും വിശ്വസിക്കുന്ന ആളാണ്, അയോധ്യയുടെ വിധി വരെ. അപ്പോ അദ്ദേഹത്തിനെതിരെ ഒരു കേസ്, ഇപ്പൊ ഒരു പരാതി പോയിട്ടുണ്ട്. ആ പരാതി ഇപ്പോൾ നിയമമന്ത്രാലയം കൈമാറിയിട്ടുണ്ട് അധികൃതർക്ക്. അത് ഈ തീസ്ത സദൽവാദിന് അന്ന് ജാമ്യം കൊടുത്തതിൽ വഴിവിട്ട നീക്കം ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ ജഡ്ജിമാരുടെ വിശ്വാസ്യത ചോരുകയാണോ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ ഉയർന്നു വരുന്നത്. അങ്ങനെ ഒരു ചോദ്യം പോലും യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ വളരെ വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നല്ലേ? ഈ ചന്ദ്രചൂഡ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മളെ പുള്ളിയുടെ ലീഗലായിട്ടുള്ള പഴയ കേസുകൾ, അതിന്റെ മെറിറ്റോ ഡിമെറിറ്റോ പറയാൻ നമ്മളാരും ആളല്ല. അതിന്റെ ഓരോ കേസിന്റെ രീതിയിൽ പലതരം പല ആരോപണമോ, എന്തിന് നരേന്ദ്രമോദിജിയോ അല്ലെങ്കിൽ വേറെ ഏതൊരു ഞാനോ നിങ്ങളോ ഒന്നും ഇന്ത്യയിലെ കോടതിക്കോ ഇന്ത്യയുടെ നിയമത്തിനോ അതീതരൊന്നുമല്ല. അതേപോലെ നമ്മൾ പറയുന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ, ജഡ്ജിമാരും ഇന്ത്യയിലെ നിയമങ്ങൾക്ക് അതീതരൊന്നുമല്ല. ആ ഒരു പോയിന്റിൽ പിടിച്ചിട്ട് പിന്നെ ഈ പറയുന്ന ഇപ്പോ താങ്കൾ പറഞ്ഞ ആ സ്ത്രീയുടെ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ഉള്ളിൽ കിടന്നിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, അവർക്കൊക്കെ ഒരു ജാമ്യം വേണമല്ലോ, അവരുടെ ഒരു കേസ് ആണെങ്കിലും ഏത് പാതിരാത്രിക്കും കോടതി തുറക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ പണ്ട് മുംബൈ സ്ഫോടന സമയത്ത് യാക്കൂബ് മേമനൊക്കെ വേണ്ടി പാതിരാത്രിയിലാണ് കോടതി തുറന്നു വെച്ച് കഴിഞ്ഞു. അതിനൊക്കെ വേറെ ഏതെങ്കിലും രാജ്യം, ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സൗദി അറേബ്യയിലൊക്കെയാണ് അന്ന് പിറ്റേ ദിവസം ഇവനെയൊക്കെ പിടിച്ച് തലവെട്ടിക്കണം. ഇവിടെ പാതിരാത്രി കോടതി തുറന്നു വെച്ചിട്ട് ഇവനെ തൂക്കണോ വേണ്ടയോ, ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ, അതിന്റെ ഒരു ഫുൾ ഇത് കഴിഞ്ഞല്ലേ? എത്ര ഇത് കഴിഞ്ഞിട്ടാ വരുന്നത്? എന്തൊക്കെ എവിഡൻസ് ഉണ്ടാവും? ഇത് ഞാൻ പറയുന്നത് വെച്ചാല് ഇന്ത്യയുടെ ഒരു ജുഡീഷ്യൽ സിസ്റ്റത്തിനെ ഡീകോളനൈസ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിലുള്ള ഒരു പോക്കൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ കൊളീജിയത്തിനെ തൊടാൻ ധൈര്യമുള്ള ഒരു ഭരണാധികാരിയാണോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത്? നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പ്രധാനമന്ത്രിയെ അദ്ദേഹം ചുമതലയേറ്റ ആദ്യത്തെ ടേമിൽ തന്നെ ജഡ്ജിമാരെല്ലാം കൂടെ സുപ്രീം കോടതി വെളിയിൽ നിന്ന് കസേരയിൽ നിന്ന് പത്രസമ്മേളനം വിളിച്ചു. ചരിത്രത്തിലില്ലാത്ത സംഭവമാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ കൊളീജിയത്തിനകത്ത് കയറി ഇടപെടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നു എന്ന് പറയും. പക്ഷേ ഈ കൊളീജിയം പൊളിച്ചടുക്കണം എന്നുള്ള നിലപാടാണ് ഇവിടെയുള്ള CPM അടക്കമുള്ള പാർട്ടികൾക്കുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് അതിന്റെ
അതെ, ഇതില് അതായത് ഒരു പഴയ, അതായത് ഈ കൊളോണിയൽ ആയിട്ടുള്ള ശക്തികൾ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് അവരുടെ ഇക്കോ സിസ്റ്റംസ് ഇവിടെ കുറെയൊക്കെ പലതരത്തിലും നിലനിർത്തിയിട്ടുണ്ട്. അവരുടെ രീതികൾ, അതായത് ഈ ബാരിസ്റ്റർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലുള്ള അതേ ബാരിസ്റ്റർ സിസ്റ്റം ആണ് ഈ കൊളീജിയത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ കാണുന്നതെന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അത് ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയണത് കുറെ സമയം എടുക്കും. അപ്പം എനിക്ക് മനസ്സിലായത് അതിനുള്ള ഇച്ഛാശക്തി ഇല്ലായ്മയല്ല ഇവിടുത്തെ പ്രശ്നം. അതായത് ഇതിലെ നമുക്ക് ഏതൊരു ഇന്ത്യക്കാരനും വെറുതെ ഒരു സ്മാർട്ട് ഫോൺ വെച്ചിട്ട് ഇവരുടെയൊക്കെ വേറെ വോട്ട്സ്, ഇവരുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്, ആരൊക്കെയാണ് ബന്ധുക്കൾ എന്ന് വെറുതെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കുടുംബങ്ങൾക്ക് റിസർവ് ചെയ്ത ആ കാര്യമാണോ എന്നൊരു തോന്നല് ഒറ്റ നോട്ടത്തിൽ വരുന്ന ഒരു കാര്യത്തില് പിന്നെ അതിൽ കൈകടത്തണോ വേണ്ടോ എന്നൊരു ചോദ്യം ഉദിക്കുന്നില്ല. പക്ഷെ അതിലെ പ്രശ്നം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഇത് വെച്ചിട്ട്, അതായത് ഇപ്പൊ ഈ കൊളീജിയം ഒരു സാധാരണ ഏതൊരു ഇന്ത്യക്കാരനും ഒരു പഠിച്ച് സുപ്രീം കോടതി ജഡ്ജി വരെ ആകുന്ന നിലയിലോട്ട് വളരാൻ പറ്റണം എന്ന് ഉള്ള ഒരു നല്ല ഉദ്ദേശത്തോടെ നമ്മൾ ചെയ്താൽ പോലും ഇവര് ഉണ്ടാക്കാൻ പോകുന്ന നരേറ്റീവ് എന്താണ്? ദേണ്ട നമ്മുടെ ജുഡീഷ്യറിനെ ഇവര് എന്റെ ഇതിൽ കൈകടത്തുന്നു, അതിനെ തകർക്കുന്നു, അതിന്റെ സിസ്റ്റംസിനെ എല്ലാം കളയുന്നു എന്നൊക്കെ പറയും. ഈ നരേറ്റീവ് ആണ് ഇതിലെല്ലാം പ്രശ്നം. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം കേരളത്തിൽ തന്നെ നിങ്ങൾ നോക്കുക, ഈ മീഡിയാസ് ഒക്കെ എന്തൊക്കെയാ തരത്തിലുള്ള നരേറ്റീവ്സ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഈ വഖഫ് കേസിന്റെ ഇതിൽ തന്നെ പല സാമുദായിക സംഘടനകളും ഫ്ലിപ്പ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണുന്നില്ല. അപ്പൊ ഇവരെല്ലാം ഒരു ലാർജർ ആയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന പല ആൾക്കാരും. അപ്പൊ ഈ ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായി നിന്നിട്ട് ഇവർക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട പല അല്ലെങ്കിൽ ഒളിച്ചു വെക്കേണ്ട പല കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ധൃതി പിടിച്ച് ആരെങ്കിലുമൊക്കെ ഓടിച്ചാടി ഏതെങ്കിലുമൊക്കെ സമയത്ത്, ഞാൻ പർട്ടിക്കുലർ കേസിൽ പറയുന്നല്ല, ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇവർ രക്ഷിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പുറകില് നമ്മൾ കാണാത്ത ഒരു ഇവര് തമ്മിലുള്ള ഒരു കണക്ഷന്റെ ഒരു ലിങ്ക് ഉണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം, പഴയ തരത്തിലുള്ള ഈ കൊളോണിയൽ ആയിട്ടുള്ള അതിന്റെ മാറാപ്പൊന്നും നമ്മൾ ചുമക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതൊരു ഇന്ത്യക്കാരനും, അതായത് ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും ഭാവിയിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെ ഇപ്പൊ പ്രധാനമന്ത്രി ആകാൻ പറ്റും, അല്ലെങ്കിൽ പ്രസിഡന്റ് ആകാൻ പറ്റും. ഒരു അതെ. ഗോത്ര വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീയാണ് ഇപ്പൊ നമ്മുടെ പ്രസിഡന്റ്. അപ്പൊ നമുക്ക് അവരോട് റെസ്പെക്ട് ആണ്. ആ ഒരു കസേരയിൽ ഇരിക്കുന്ന ആളോട് നമുക്ക് റെസ്പെക്ട് ആണ്. അതേ അതെ. അച്ചീവ്മെന്റ് നമുക്ക്, അതായത് ഏത് കുട്ടിക്കോ അല്ലെങ്കിൽ നാളെ ഇതിനോട് ആഭിമുഖ്യം ഉണ്ടായിട്ട് പഠിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ലവണ്ണം എക്സലൻസ് തെളിയിച്ച ആൾക്ക് ഒരു സുപ്രീം കോടതി ജഡ്ജിയോ ചീഫ് ജസ്റ്റിസോ ആകാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലോട്ട് ഇത് മാറിയേ തീരുള്ളൂ. അതില് അതില്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് ഓക്കെ. യാതൊരു ന്യായീകരണമില്ല. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്.